വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിണ്ണത്തപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം പലർക്കും ഉണ്ടാക്കിയിട്ട് ശരിയാറില്ല. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ തലേദിവസമോ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കുക. നല്ല രീതിയിൽ കുതിർന്ന പച്ചരി ആയിരിക്കണം, എങ്കിലേ നല്ല രീതിയിൽ അരഞ്ഞു വരുള്ളൂ. അപ്പം നമുക്കിതൊരു വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മുറി തേങ്ങയാണ് തിരികെ എടുത്തിട്ടുള്ളത്. അത് വെള്ളം ഒരുപാട് ചേർക്കാതെ അരച്ചെടുക്കുക. അതിന് ഇപ്പോൾ ഒരു 1.5 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. അതിൽ 1 കപ്പ് പാല് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരച്ചതിന് ശേഷം മാത്രം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതുകൂടി ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് ഇനി നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. എപ്പോഴും നിർത്തി അരയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് ചൂടായി പോകും. അതിനുശേഷം നമുക്ക് 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിരിക്കണം. ഒരു പാലിൻ്റെ ഒരു തിക്നെസ് ഒക്കെ മതിയാവും നമ്മുടെ മാവ് അരച്ചെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ഒന്നുകിൽ 2 പ്രാവശ്യം അരച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തുണിയിൽ വെച്ച് അരച്ചെടുത്താലും മതിയാവും. ഞാനിതിപ്പോൾ ഒരു 5 വട്ടം അരച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാവ് കിട്ടും. തരിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നമുക്ക് മാവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്ന ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താലും മതിയാവും. 2 പ്രാവശ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ കട്ടി കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പുറം ഭാഗം കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ചെറിയ കനത്തിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും.